ഹായ് മക്കളെ, നമസ്കാരം. മാധ്യമങ്ങൾ പത്രം, റേഡിയോ, TV എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ട്വിറ്റർ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ വലിയ ബഹുജന മാധ്യമ ലോകത്തേക്ക് അല്ലെങ്കിൽ നവമാധ്യമ സംവിധാനത്തിലേക്ക് എന്ത് ചെയ്തു? ഇന്ന് ലോകം തന്നെ മാറിക്കഴിഞ്ഞു. ഈ സമയത്ത് മാധ്യമങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാരമ്പര്യ മാധ്യമങ്ങളായ പത്രം, റേഡിയോ, TV മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരാ, കൂടെ ഇതിൻ്റെ സാധ്യതകൾ കൂടി, ട്വിറ്ററിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും സാധ്യതകൾ കൂടി പരിശോധിക്കുന്ന ഒരു ചർച്ചയാണ് മാധ്യമ വിചാരവും നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന പാഠഭാഗത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നേരെ പാഠസംഗ്രഹത്തിലേക്ക് വരാം. സമകാല സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് മാധ്യമങ്ങൾ. ചിന്തകളെയും ആവിഷ്കാരങ്ങളെയും നിയന്ത്രിക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയും. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മുടെ അഭിപ്രായം, അതായത് ബഹുജനങ്ങളുടെ അഭിപ്രായം എങ്ങനെ രൂപീകരിക്കണം എന്നതിലൊക്കെ മാധ്യമങ്ങൾക്കൊരു വലിയ റോള് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് മാധ്യമ പഠനം വളരെ പ്രസക്തമാണ്. പരമ്പരാഗത മാധ്യമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതോടൊപ്പം ഇൻ്റർനെറ്റ് സാധ്യതകളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ലേഖനമാണ് 80കളുടെ മധ്യത്തിൽ എഴുതിയ VR പ്രബോധചന്ദ്രൻ്റെ മാധ്യമ വിചാരം. ഒരേ സമയം നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം ഇൻ്റർനെറ്റ് മാധ്യമങ്ങൾക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്. നവമാധ്യമങ്ങളെയും അവയുടെ സാധ്യതകളെയും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ അവതരിപ്പിക്കുന്ന ലേഖനമാണ് VK ആദർശിൻ്റെ നവമാധ്യമങ്ങൾ. അതിൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ സാധ്യത എന്താണെന്ന് എന്ത് ചെയ്യാണ്? പരിശോധിക്കുകയാണ്. പത്രം, റേഡിയോ, TV എന്നിവ പരമ്പരാഗതമായി ജനങ്ങൾ ആശ്രയിച്ചു വരുന്ന മാധ്യമങ്ങളാണ്. പരമ്പരാഗത മാധ്യമങ്ങൾ, പാരമ്പര്യ മാധ്യമങ്ങൾ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഏതിനെ? പത്രം, റേഡിയോ, TV. അവർ പറയും, നമ്മൾ കേൾക്കും. ആ ചർച്ചക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു തരത്തിലും ഇടപെടാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. വക്താക്കൾക്കല്ലാതെ ശ്രോതാക്കൾക്ക് കാര്യമായി ഇടപെടാൻ പറ്റാത്ത ഇവ സ്വന്തം നിലപാട് തറയിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരോട് സംവദിക്കുന്നവയാണ്. പ്രേക്ഷകർക്ക് അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് അവിടെ പ്രസക്തിയില്ല. കൂട്ടിച്ചേർക്കലോ തിരുത്തലോ സാധ്യമല്ലാത്ത വിധം രാഷ്ട്രീയവും മതപരവുമായി ഉറച്ചു നിൽക്കുന്നവയാണ് പരമ്പരാഗത മാധ്യമങ്ങൾ. ഇവയെ ആശ്രയിക്കുമ്പോൾ സമൂഹം നിഷ്ക്രിയനായ ഉപഭോക്താവ് മാത്രമാണ്. എങ്കിലും അഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് ഇന്നും പരമ്പരാഗത മാധ്യമങ്ങൾ. ഗുണവും ആകർഷകത്വവും ഒന്നിച്ചു കൊണ്ടുപോകാനാവുക എന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഗുണം കൂടുമ്പോൾ ആകർഷണം കുറയുകയും ആകർഷണം കൂടുമ്പോൾ ഗുണം കുറയുകയും ചെയ്യുന്നത് സ്വാഭാവികം. പരസ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളുടെ ഒരു അനിവാര്യ ഘടകമാണ്. എല്ലാ പരസ്യങ്ങളും നൽകുന്നത് അതിശയോക്തിപരമായ വിവരങ്ങളാവണമെന്നില്ല. വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ് സുരക്ഷ തുടങ്ങിയ സർക്കാർ വർഗ പരസ്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാണ്. സൈബർ ഇടങ്ങളിലെ സ്വതന്ത്ര ആവിഷ്കാരത്തിനുള്ള സ്ഥലങ്ങളെ നവമാധ്യമങ്ങൾ എന്ന പോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഇൻ്റർനെറ്റിലെ നമ്മളെ പരസ്പരം ഇടപെടാൻ പറ്റുന്ന, ആളുകൾക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളെ നവമാധ്യമങ്ങളെന്നും സാമൂഹിക മാധ്യമങ്ങളെന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇവയിൽ പത്രലേഖകനും പത്രാധിപരും വായനക്കാരനും ഒന്നായിത്തീരുന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? വിവരങ്ങൾ കൊടുക്കാൻ പറ്റും. വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാൻ പറ്റും. ആളുകളോട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സംവദിക്കാൻ പറ്റും. മറ്റുള്ളവരിടുന്ന വാർത്തകൾ എനിക്കെന്ത് ചെയ്യാം? കാണാനും പറ്റും. വാർത്തകൾ സുതാര്യമാകുന്നു. എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനും ഇടപെടാനും സാധ്യമാകുന്ന വിവരവിനിമയ സാധ്യതകൾ സമൂഹത്തിന് സ്വന്തമാകുന്നു. വിവരങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് നിസ്സംശയം പറയാനാവില്ലെങ്കിലും മൂല്യസങ്കല്പങ്ങൾക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്നവയല്ലെങ്കിലും സംശയങ്ങളും ദുരുപയോഗവും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് സാമാന്യ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ആദ്യ ചോദ്യത്തിലേക്ക് വരാം. ഇൻ്റർനെറ്റ് ഭാവി വികാസം പ്രാദേശിക ഭാഷയിലൂടെയാണ്. ഓൺലൈൻ മലയാളത്തിൻ്റെ അവസ്ഥ വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയെ വിലയിരുത്തുന്ന 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് നോക്കുക. ഇൻ്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് വിനിമയ ഭാഷയായി ഇംഗ്ലീഷ് മാത്രമേ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ ഉപയോഗിച്ച് തുടങ്ങിയതോടെ സൈബർ ഇടങ്ങളിൽ കാര്യമായ തോതിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, മലയാളം ഉപയോഗിക്കുന്നുണ്ട്. ഇതര ഭാരതീയ ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓൺലൈൻ മലയാളം മെച്ചപ്പെട്ട പ്രകടനമാണ് നടത്തുന്നത്. വിവിധ പോർട്ടലുകൾ, സാഹിത്യ കലാസൈറ്റുകൾ, മുഴുവൻ സമയ വാർത്തയിടങ്ങൾ, മലയാളം വിക്കിപീഡിയ, ഓൺലൈൻ നിഘണ്ടു തുടങ്ങി ഈ മലയാളത്തിൻ്റെ പ്രവർത്തന മേഖല ഇന്ന് വിപുലമായിക്കൊണ്ടിരിക്കുന്നു. ഏതുതരം വെബ്സൈറ്റുകൾക്കും ഈ വിധത്തിൽ പ്രാദേശിക ഭാഷയിലേക്ക് കൂടുമാറാനാവും. അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ വികാസം പ്രാദേശിക ഭാഷയിലൂടെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. സെറ്റ്. ബഹുജന മാധ്യമങ്ങളുടെ ധർമ്മം എന്ത്?
പാരമ്പര്യേതര മാധ്യമങ്ങളെ അവയുടെ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ബഹുജന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാസ് മീഡിയ, നമ്മുടെ ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ് തുടങ്ങിയവയുടെയൊക്കെ ധർമ്മം എന്താണ്? പാരമ്പര്യ മാധ്യമങ്ങളും പാരമ്പര്യേതര മാധ്യമങ്ങളും അവയുടെ സ്വഭാവ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. ഇത്തരം ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. നോക്കുക, ഒരാശയം ഒരാളിൽ നിന്ന് പലരിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ടായ സംഭവം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ബഹുജന മാധ്യമങ്ങളുടെ ധർമ്മം. ഒരാശയം ഒരാളിൽ നിന്ന് പലരിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ടായ സംഭവം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ബഹുജന മാധ്യമങ്ങളുടെ ധർമ്മം. സെറ്റ്. ബഹുജന മാധ്യമങ്ങളെ പാരമ്പര്യ മാധ്യമങ്ങൾ എന്നും പാരമ്പര്യേതര മാധ്യമങ്ങൾ എന്നും രണ്ടായി തിരിക്കാം. ഇൻ്റർനെറ്റ് പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തന്നെ നിലവിൽ വന്ന മാധ്യമങ്ങളാണ് പാരമ്പര്യ മാധ്യമങ്ങൾ. ഉദാഹരണത്തിൽ പത്രം, റേഡിയോ, ടെലിവിഷൻ എക്സെട്ര. സെറ്റ്. ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായി നിലനിൽക്കുന്ന മാധ്യമങ്ങളാണ് പാരമ്പര്യേതര മാധ്യമങ്ങൾ. ഇവയെ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ, സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ബ്ലോഗ്, വിക്കിപീഡിയ ഇവ ഇതിന് ഉദാഹരണങ്ങളാണ്. സെറ്റ്. പാരമ്പര്യ മാധ്യമങ്ങളിൽ പല തലങ്ങളിൽ എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് അവയിൽ ചിട്ടപ്പെട്ട ഭാഷയുണ്ട്. അവയിലെ ഉള്ളടക്കത്തിന് വിശ്വാസ്യതയും ആധികാരികതയുമുണ്ട്. ഉപയോക്താക്കൾക്കല്ലാതെ, അവിടെ അവതരിപ്പിക്കുന്ന ആളുകൾക്കല്ലാതെ ശ്രോതാക്കൾക്ക് അവയിൽ കാര്യമായി ഇടപെടാനാവില്ല. ഏത് മാധ്യമങ്ങളിൽ? പാരമ്പര്യ മാധ്യമങ്ങളിൽ, റേഡിയോ, പത്രം, ടെലിവിഷൻ. സെറ്റ്. ഇനി സാമൂഹിക മാധ്യമങ്ങളിൽ എഡിറ്റിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലെ ഭാഷ വേണ്ടത്ര ചിട്ടപ്പെട്ട ഭാഷയായിരിക്കില്ല. എനിക്ക് തോന്നുന്നിടത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യും? വാർത്ത ചെയ്യും. അവയിലെ ഉള്ളടക്കത്തിന് ആധികാരികതയും വിശ്വാസ്യതയും കുറവാണ്. പക്ഷെ വാർത്തകൾ ഉത്ഭവ സ്ഥലത്ത് നിന്ന് തന്നെ അതിവേഗം ലോകം മുഴുവൻ എത്തിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് ഒരാശയത്തിന് പിന്നിൽ അതിവേഗം ആളുകളെ അണിനിരത്താനും നയിക്കാനും അപാരമായ കഴിവാർക്കുണ്ട്? സോഷ്യൽ മീഡിയക്കുണ്ട്. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നവമാധ്യമങ്ങളും മാതൃഭാഷയും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. നവമാധ്യമങ്ങളും മാതൃഭാഷയും. സൈബർ ഇടങ്ങളിലെ സ്വതന്ത്ര ആവിഷ്കാരത്തിനുള്ള സ്ഥലങ്ങളാണല്ലോ നവമാധ്യമങ്ങൾ. ബഹുസ്വരതയുടെ ശക്തിയും ദൗർബല്യവും ഒരേ സമയം വെളിപ്പെടുത്തുന്നതാണ് നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷ. അത് ഏറ്റവും വൈകാരികമായി പ്രയോഗിക്കപ്പെടുന്ന മാതൃഭാഷാ രൂപമാണ്. എഡിറ്റിങ്ങിന് പ്രസക്തി ഇല്ലാത്തതിനാൽ ഇരുത്തം എന്ന ഭാഷ എന്ന സങ്കല്പത്തിന് അതീതമാണത്. പരമ്പരാഗത മാധ്യമ ഭാഷകളുടെ വാർപ്പ് മാതൃകകളെ തകർത്തെറിയുന്ന സാധാരണക്കാരൻ്റെ ഭാഷയാണിത്. യാതൊരു മിനുക്കുപണികളും ഇല്ലാതെ ജീവിതത്തിൽ നിന്നവ സൈബർ ലോകത്തെ മാധ്യമങ്ങളിലേക്ക് കടന്നു കയറുന്നവയാണ്. ഭാഷയുടെ അടിസ്ഥാന ഭാഷാരൂപമുണ്ട്. അതിനെയാണ് മാനകം എന്ന് പറയുന്നത്. ആ മാനക സങ്കല്പത്തെ മാറ്റിമറിച്ചുകൊണ്ട് മാതൃഭാഷയിലെ പ്രാദേശിക ഭേദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിശക്തമായി കടന്നു വരുന്നുണ്ട്. വ്യക്തിയിൽ നിന്ന് സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകനിലേക്ക് മാറുമ്പോൾ സാധാരണക്കാരൻ്റെ മാതൃഭാഷയുടെ കലർപ്പില്ലാത്ത ഉപയോഗമാണ് ഇവിടെ സംഭവിക്കുന്നത്. പുതിയ മാധ്യമങ്ങൾക്ക് സൃഷ്ടിച്ച ജനാധിപത്യ പരിസരത്തിന് പ്രാദേശിക ഭാഷയുടെ ഉപയോഗം നൽകുന്ന ശക്തി ചെറുതല്ല. സെറ്റാണല്ലോ? പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ചോദ്യോത്തരം സെറ്റാക്കിക്കൊള്ളുക. താങ്ക് യു.